ഇത് സലോമി. നേഴ്സിങ്ങിന് പഠിക്കുമ്പോൾ പ്രകാശൻ്റെ ജൂനിയറായിരുന്ന സലോമിയെ ഒരു പുളിങ്കൊമ്പാണെന്ന് കരുതി പ്രകാശൻ കയറി പിടിച്ചതായിരുന്നു. അങ്ങനെയല്ലെന്നറിഞ്ഞ നിമിഷം അവളെ കൈവിടുകയും ചെയ്തു. പക്ഷെ വിധി അവളെയും കൊണ്ട് പ്രകാശൻ്റെ അടുത്തേക്ക് വരികയാണ്. ഇതാര്? സലോമി, ബാംഗ്ലൂരിലെ നഴ്സാണ്. പ്രകാശനല്ലേ? കളിയാക്കിയതാണെങ്കിലും സംശയം കറക്റ്റാ. ഞാനിപ്പോൾ പ്രകാശനല്ല, ആകാശ്. PR ആകാശ്. ഗസറ്റിലൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അയ്യോ, ആ സാധനം ഞാൻ കണ്ടിട്ടില്ല. ആള് പഴയ തന്നെയല്ലേ? സലോമി, ഞാൻ വിളിക്കാതിരുന്നത് നമ്പർ ഡിലീറ്റ് ആയി പോയി. സലോമി വിളിച്ചപ്പോൾ ഫോൺ സൈലന്റിലായിരുന്നു. ഇങ്ങനെ കുറേ നുണകൾ മൊബൈൽ ഫോണിന്റെ കൂടെ തന്നെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് വേറെ എന്തെങ്കിലും പറ. ഇനിയിപ്പം സത്യം പറഞ്ഞിട്ട് കാര്യമില്ല. സലോമി വിശ്വസിക്കില്ല. ബാംഗ്ലൂരിൽ നിന്ന് പോകുന്നു. ഈ വീടൊക്കെ കണ്ടുപിടിച്ചു. വീടൊക്കെ എളുപ്പത്തിൽ കണ്ടുപിടിച്ചു. ഈ ഏരിയയിലുള്ള ഏറ്റവും വലിയ ദുഷ്ടന്റെ വീട് ഏതാണെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു തന്നു. എന്തായാലും ബുദ്ധിയായി. ബുദ്ധിമുട്ടിക്കാനൊന്നും വന്നതല്ല. എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് കാണണം തോന്നി വന്നു. യാത്ര പറയാൻ. എനിക്ക് ജർമ്മനിയിൽ ജോലി കിട്ടി, നഴ്സായിട്ട് തന്നെ. ഇപ്പം ഞാൻ നാട്ടിലാണ്. അധികം വൈകാതെ പോകും. അതൊക്കെ ശരിയായി. എങ്ങനെ? ശ്രമിച്ചു, കിട്ടി, അത്രേ ഉള്ളൂ. ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് വഴി. കാശൊക്കെ കുറച്ച് കടായി. അത് കുഴപ്പമില്ല. അവിടുത്തെ ഒരു 4 മാസം ശമ്പളം കൊണ്ട് വീട്ടാവുന്നല്ലോ. ഇവിടുത്തെ പോലെയല്ല. അവിടെ മാസം 3000 യൂറോ അല്ലേ ശമ്പളം. ഈ 3000 യൂറോ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എത്ര? 3 ലക്ഷം ഒരു മാസം. അങ്ങനെയാണ് പ്രകാശൻ്റെ ഉറക്കം പോയത്. ജർമ്മനി, താൻ എത്രയോ കാലം സ്വപ്നം കണ്ട നാടും ജോലിയും. മാസം 3 ലക്ഷം രൂപ ശമ്പളം. നിസ്സാരക്കാരിയായ സലോമി അത് നേടിയിരിക്കുന്നു. പ്രകാശനത് താങ്ങാനായില്ല. എങ്ങനെയും ജർമ്മനിയിലെത്തണം. തലങ്ങും വിലങ്ങും ആലോചിച്ചു. ഒടുവിൽ ഒരു മുഖം മനസ്സിൽ തെളിഞ്ഞു. ഗോപാൽജി, അച്ഛൻ്റെ പഴയ സ്റ്റുഡൻറ്റ്. നഗരത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഏജൻ്റാണിപ്പോൾ. ഒരുപാട് പരിചയക്കാരുമുണ്ട്. എന്തായാലും തൊഴിൽ രംഗത്തല്ലേ. ഗോപാൽജി വിചാരിച്ചാൽ എന്തെങ്കിലും ഒരു വഴി തുറക്കാതിരിക്കില്ല. कितने लोग हैं? 25 लोग हैं। टोपमड़ी बिल्डिंग साइट पे 10, खेत में 5, लोडिंग के लिए 10. सब निकलो. तुम लोग जल्दी जाओ. गोपाल जी कुछ लोग पैसा ज़्यादा मांग रहा है. नहीं अभी नहीं. ഗോപാൽ ജി, ബിൽഡിങ്ങിന്റെ തറപ്പണിക്ക് 10 പേരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഒരു 5 പേരും കൂടി വേണമെന്ന് സെബാസ്റ്റ്യൻ സാർ പറഞ്ഞിട്ടുണ്ട്. ബംഗാളിൽ നിന്നുള്ള ആളുകളുടെ വരവ് കുറഞ്ഞു സുരേഷ്. അവിടെ ഭരണം മാറിയില്ലേ. ഇന്ന് 10 പേരേ ഉള്ളൂ. ബാക്കി നാളെ നോക്കാം. സബിലോ ജാവനാ. പ്രകാശം, നീ എന്താ ഇവിടെ ഒരു ബാഗൊക്കെ ആയിട്ട് കാശിക്ക് പോവാണ്? ഗോപാൽജി ഒന്ന് കാണാമെന്ന് അന്വേഷിച്ച് പറഞ്ഞു. പുലർച്ചയ്ക്ക് കവലയിലുണ്ടാവുന്നു. ഇവിടെ മാത്രമല്ല, വേറെ 2-3 പോക്കറ്റുകൾ ഉണ്ട്. പല സ്ഥലങ്ങളിൽ ഈ പണിക്കാരെ അയച്ച് തീരുന്നവരെ നിന്ന് തിരിയാൻ നേരം കിട്ടില്ല. പ്രകാശം പോയിട്ട് പിന്നെ എപ്പോഴെങ്കിലും വാ. അല്ല ഗോപാൽജി, ഒരു അത്യാവശ്യ കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇത്ര പുലർച്ചയ്ക്ക് ഞാനിവിടെ കാത്തു നിൽക്കും. ബഹർ, दो प्लेट गोनागौर मांस और छोटा रोटी लो. गोनागौर मांस. गोनागौर मांस. ओ बीफ करी. ठंडा बीफ करी और चपाती. മദീൻ, 2 ചായ ദേ ദോ, ചീനി കം. നിങ്ങൾ എന്താണ് നമ്മളോട് ഹിന്ദിയിൽ പറഞ്ഞത്? നിങ്ങൾക്ക് മധുരം കുറച്ച് 2 ചായ അല്ലേ അത് നമ്മൾ തരാന്ന്. ബംഗാളികളോട് സംസാരിച്ച് വീട്ടിൽ ചെന്നാൽ ഇപ്പോൾ ഇന്ത്യയെ വരൂ. അപ്പോൾ പ്രകാശ. ഗോപാൽജി, പ്രകാശനല്ല, ആകാശ്. PR ആകാശ്. ഞാൻ പറഞ്ഞില്ലേ, ഗസറ്റി പരസ്യം ചെയ്ത് പേര് മാറ്റി. ആകാശോ ഭൂമിയോ എന്തെങ്കിലും ആവട്ടെ. നീ എന്തിനാണ് ഇപ്പോൾ ജർമ്മനി പോകുന്നത്? നഴ്സുമാർക്ക് ഇവിടെ ജോലി കിട്ടും. അതല്ല ഗോപാൽജി, ഒരു നേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് എന്താ? യൂണിഫോമൊക്കെ ഇട്ട് വെള്ളത്തൊപ്പിയൊക്കെ വെച്ച് ഒരു മാലാക. അത് നമ്മൾ ആണുങ്ങൾക്ക് ശരിയാവില്ല. പിന്നെന്തിനാണ് നീ നഴ്സിംഗ് പഠിക്കാൻ പോയത്? അന്ന് എനിക്ക് വിവരമില്ലല്ലോ. ഇപ്പോൾ വിവരം ഉണ്ടാകും. ചായ പിടിക്കും. പ്രകാശ, ആകാശ്, ഈ ജർമ്മനി പോക്കൊന്നും അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. ഇനി അങ്ങോട്ടേക്ക് ആളെ അയക്കുന്നവരെ കണ്ടുപിടിച്ചാൽ തന്നെ ജർമ്മനിയിൽ ജോലി കിട്ടണമെങ്കിൽ ആദ്യം ജർമ്മൻ ഭാഷ പഠിക്കണം.
ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ ജോബ് വിസ കിട്ടും. അല്ലെങ്കിൽ പിന്നെ ജർമ്മനിയിൽ ജോലിയുള്ള വല്ല നേഴ്സിനെയും കിട്ടണം. അവർക്കാണെങ്കിൽ ഫാമിലി വിസയിൽ ഭർത്താവിനെ കൊണ്ടുപോകാം. നടക്കാത്ത കാര്യത്തിന് വേണ്ടി ചുറ്റിത്തിരിയാതെ നീ വേഗം നാട്ടിലേക്ക് വിട്ടോ. ഹലോ யாரு தியாகு டேய் நீ எங்க போச்சட நீ 3 நாள் லீவுன்னு சொல்லிட்டு இப்போ ஒரு வாராச்சு நீ வர வேண்டாம். गोपाल जी ऊपर है. ആ പ്രകാശം നീ പോയില്ലേ? ഒരു തീരുമാനം എടുത്താൽ ഉറച്ചു നിൽക്കണ്ടേ ഗോപാൽജി? ജർമ്മൻ ഭാഷ പഠിക്കാൻ തന്നെ തീരുമാനിച്ചു. അതിനെ പറ്റിയ സ്ഥലവും കണ്ടുപിടിച്ചു. ജർമ്മൻ ഭാഷ പഠിക്കാൻ വേണ്ടി നീ ദിവസേന നാട്ടിൽ നിന്ന് ബസ്സിൽ വന്ന് പോവോ? ഇന്ന് പകല് മുഴുവൻ ഞാനത് ആലോചിച്ചത്. അവസാനം ഒരു തീരുമാനത്തിലെത്തി. എന്ത് തീരുമാനം? ഗോപാൽജി, ജർമ്മൻ ഭാഷ പഠിപ്പിക്കുന്നതിനടുത്ത് തന്നെ താമസിക്കാൻ നല്ല സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഈ സിറ്റിയിൽ വന്നിട്ട് ഞാനിങ്ങനെ വേറെ സ്ഥലത്ത് പോയി താമസിക്കും. ഗോപാൽജി ചിലപ്പോൾ അത് കണ്ടുപിടിക്കും, വഴക്ക് പറയും. എന്തിന്? മുമ്പൊരിക്കൽ ഗോപാൽജി പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. ഗോപാൽജി 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എല്ലാ കുട്ടികളും മലമ്പുഴ കാണാൻ പോകും. ഗോപാൽജി മാത്രം പോകുന്നില്ല. ഇതറിഞ്ഞ എൻ്റെ അച്യുതൻ മാഷ് സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് തരും. അങ്ങനെ ഗോപാൽജി മലമ്പുഴ കാണും. ഞാനിതെപ്പോൾ പറഞ്ഞു? അച്ഛൻ മരിച്ചിട്ടൊന്ന് വീട്ടിൽ വന്നില്ലേ, അപ്പം പറഞ്ഞതാ. എനിക്കെല്ലാം ഓർമ്മയുണ്ട് ഗോപാൽജി. ആ അച്യുതൻ മാഷിൻ്റെ മകൻ വേറെ എവിടെയെങ്കിലും താമസിച്ചാൽ ഗോപാൽജിക്ക് ഫീൽ ചെയ്യോ ഇല്ലയോ? അത് ഫീൽ ചെയ്യും. അതുകൊണ്ടുള്ള സൗകര്യത്തിന് ഇവിടെ തന്നെ താമസിക്കാമെന്ന് വെച്ചു. ഇവിടെയോ? പിന്നല്ലാതെ എനിക്ക് കട്ടിലും കിടക്കൊന്നും വേണ്ട, തറയായാലും മതി. ഒരുപാടല്ലോ. ചപ്പാത്തി കൊടുന്നു ഗോപാൽജി. ഇത് താഴെ ബംഗാളികൾ ഉണ്ടാക്കുന്നതാ. നമുക്കിനി ബംഗാളി മലയാളി എന്നുള്ള വ്യത്യാസം വേണ്ട. നമ്മളെല്ലാം ഒറ്റക്കെട്ടാ. 2 ചപ്പാത്തി എനിക്കും കിട്ടും. अरे भुवनेश्वर, हाँ गोपाल जी, 2 चपाती लाओ ना. 3